നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് സൗദി അറേബ്യയിലും ഷാർജയിലും പണിയെടുക്കുന്ന ഒരു കൂട്ടം സ്കാമേഴ്സിനെ നീ അവിടെ പരിചയപ്പെടുത്തട്ടെ ഗൈസ്. അവൻ്റെ ആദ്യത്തെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കാണിക്കാൻ പറ്റാവുന്ന നീ എന്തൊക്കെ കാണിച്ചോ ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു വോയിസ് ഞാനിവിടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കും കേട്ടോ. ആദ്യം അങ്ങനെ ചെയ്തു, നോ ഇഷ്യൂ, നോ പ്രോബ്ലം, നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാണട്ടെ എന്തൊരു റേഞ്ച് ഉണ്ടെന്ന് അറിയാലോ, വെല്ലുവിളി തന്നെ. അപ്പോൾ ഇവൻ്റെ പേര് ജുസാവൂസ് എന്നാണ്. ശരിക്കുള്ള പേരല്ല, ശരിക്കുള്ള പേര് ജസ്റ്റിൻ എന്തോ ആണ്. അപ്പോൾ ഇവനും ഇവൻ്റെ കാമുകി ഇവർ രണ്ടുപേരും ഈ ടാങ്കോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇതെന്ന് പറഞ്ഞാൽ ലൈവ്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80+ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതിനകത്ത് കുറേ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് സ്ട്രീം ചെയ്യും. എന്നിട്ട് ഈ മറ്റേടത്തെ വർത്തമാനങ്ങളൊക്കെ പറയും. അങ്ങനത്തെ ടീമാണ് ഇവർ. അപ്പോൾ ഈ പുള്ളിനെ ചലഞ്ച് ചെയ്ത് ലാസ്റ്റ് ഇത് ഞാൻ പിടിച്ച് മൊത്തത്തിൽ നീ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ പണി. ഇത് കണ്ട രാജ്യത്ത് പോയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് കാണിക്കണ കുണ്ണത്തരം നിങ്ങൾ ആലോചിക്കണം. ഇതാട്ടോ അവൻ്റെ മറ്റേ ID ടാങ്കോയിൽ കാണിക്കുന്ന ആ ഒരു പ്രൊഫൈലാണിത്. പിന്നെ അവൻ്റെ ചാറ്റ് കേട്ടോ, സെയിം സൗണ്ട് തന്നെ സംഭവം ചെയ്തിട്ടില്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ പേരെ കൊണ്ട് വേറെ ഇതിനകത്ത് വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ക്ലാരിറ്റി കിട്ടാം. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതെന്താണെന്ന് എനിക്ക് സംഭവം ക്ലിയർ ആയിട്ടില്ല, എന്താണ് ഇതിനകത്ത് ഇഷ്യൂ എന്ന് മനസ്സിലാവുന്നത്. എന്ത് വേണേലും ചെയ്തു, നോ ഇഷ്യൂ, നോ പ്രോബ്ലം, നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാണട്ടെ എന്തൊരു റേഞ്ച് ഉണ്ടെന്ന് അറിയാലോ, വെല്ലുവിളി തന്നെ. അപ്പോൾ നിങ്ങൾ രണ്ട് വോയിസും കേട്ടല്ലോ, ഇത് രണ്ടും സെയിം ആട്ടോ. ഞാനിനി അത് രണ്ടും കണക്ട് ചെയ്ത് തരാം. ഈ പുള്ളിനെ ഞാൻ മറ്റേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ഞാൻ മറ്റേ കോൾ ചെയ്തപ്പോഴത്തേക്കും പുള്ളിനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളിയുടെ വാട്സപ്പിട്ട് വരാൻ പറഞ്ഞിട്ട് എൻ്റെ നമ്പർ ഇട്ട് കൊടുക്കോട്ടെ. ഇത് വാട്സപ്പിട്ട് വന്ന് എൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ നിങ്ങൾ ഈ കാണാൻ കൺഫേം ചെയ്തിട്ട് ഇട്ട് തരാം അവനാണോ എന്ന്. അവൻ്റെ ID എല്ലാം അറിയുന്ന ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവനെ അയച്ചു കൊടുത്തിട്ട് അവൻ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് കുറച്ച് സമയം അവൻ ഈ പുറത്താണ്, അവൻ കുറച്ച് ടൈം കഴിയും, UK അവൻ പുറക്കുമായിരിക്കും. അവനൊരു വൈകിട്ട് നമുക്ക് അവൻ്റെ റിപ്ലൈ കിട്ടുള്ളൂ. അവൻ്റെ റിപ്ലൈ കിട്ടിയിട്ട് ഞാൻ കൺഫേം ആക്കിയിട്ട് അവൻ ID ഇട്ട് തരാം. ഞാൻ ഉദ്ദേശിക്കുന്ന അവൻ തന്നെയായിരിക്കും. അവൻ ഈ പരിപാടി ചെയ്യുന്ന ഒരുത്തനാണ്. അതിനായിട്ട് പ്രശ്നമുള്ള ഒരുത്തനുണ്ട് ഇവിടെ, മനസ്സിലായോ? അവൻ എനിക്കിട്ട് പണിയാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് അത് നിങ്ങളെ അവർ ട്രാക്ക് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ കേസിൽ. അത് നോക്കട്ടെ. നിങ്ങൾ എൻ്റെ ID എടുത്ത ഏതാണ് നന്നായിട്ടോ. അവൻ ഇത് വന്നുകൊണ്ടാണ് അവനെ കണ്ടുപിടിക്കാൻ പറ്റുക. എനിക്ക് ഡൗട്ട്, അതുകൊണ്ടാണ് അവനെ ഡൗട്ട് അടിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ID ഇടേണ്ട കാര്യമില്ലല്ലോ. ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവനായിട്ട് ശത്രുതയുള്ള ഏതോ ഒരുത്തരുണ്ട്. അവൻ നമുക്കിട്ട് പണിതാന്ന് പറയുന്നത്, എനിക്കിട്ട് പണിതാന്ന് പറയുന്നത്. എനിക്കിട്ട് പണിയായിട്ട് എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവനെന്തിനും എനിക്ക് ഇങ്ങനത്തെ മെസ്സേജ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇത് 2000, ഞാൻ ആ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ ഒരു മെഹബൂബ് അലം എന്നുള്ളൊരു അക്കൗണ്ട് നമ്പർ, അത് 2000 ഡെബിറ്റ് ആകാൻ വേണ്ടി, ഓട്ടോ ഡെബിറ്റ് ആകാൻ വേണ്ടി വെച്ചേക്കുക. നമ്മൾ UPD അടിച്ചാൽ മാത്രം മതി അതിൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ടാങ്കോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ബ്രോഡ് ചെയ്യുന്നവൻ തന്നെയാണ് ഇവൻ്റെ ID ഇടേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഇവൻ പറയുന്നത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവൻ്റെ ID എന്തിനാണ് ഇട്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കയറി ചെന്ന് ഇവനോട് സംസാരിച്ചപ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പുള്ളി വേറെ ആളുടെ തലയിലേക്ക് ഇത് വെച്ച് കൊടുക്കാൻ നോക്കണേണ് സത്യാവസ്ഥയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ വെല്ലുവിളിയുടെ ഒരു ഓഡിയോ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് മൊത്തത്തിൽ വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? മൊത്തം കൂട്ടിക്കൊച്ച് ചമ്മന്തിയൊക്കെ വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഒരു പെണ്ണുണ്ട് ബ്രോഡ്കാസ്റ്റിന്. ഈ തുണിയൊക്കെ കഴിച്ചിട്ട് ബ്രോഡ്കാസ്റ്റിന് ഒരു പെണ്ണാണ്. അതിൻ്റെ ഇതിവിടെ കാണിക്കാൻ ശരിയാവില്ല, വേണ്ട പോട്ടെ. മിയ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ ഈ പ്രൊഫൈൽ കാണിച്ചു തരാം, ടാങ്കോ പ്രൊഫൈൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെൻ്റെ ആക്രാന്ത മൂത്ത ആരും കയറി ചെല്ലണ്ട കേട്ടോ, അവൾ സ്കാമറാണ്, പണി തരും. അപ്പോൾ ഇവർ 3 പേര് എന്ന് പറഞ്ഞാൽ 3 പേരാട്ടോ. വേറൊരുത്തരോടുണ്ട് ഹിലിപ്സ്റ്റർ എന്ന് പറഞ്ഞാൽ, അത് ഇവളുടെ കാമുകൻ, അവനാണ് ഇത് അയച്ചതെന്നാണ് ഇവരൊക്കെ കൂടി പറയുന്നത്. ഞാൻ അവൻ്റെ ചാറ്റല്ല, അവൻ്റെ ഒരു പ്രൊഫൈൽ ഞാനിവിടെ ഇട്ട് തരാം കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. ഇവനൊരു ഷോപ്പുണ്ട്, ഈ ഷോപ്പിൻ്റെ ബിസിനസ് ആയിട്ട് വെച്ചിട്ട് മറ്റവൻ ചാറ്റ് ചെയ്തേക്കണേ. അതിൻ്റെ ഇത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ആ ഷോപ്പിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണും യുവമാരെ കൂടി ഒരുമിച്ച് നിന്ന് സ്ട്രീം ചെയ്യുന്നതാണ് ടാങ്കോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ. ഇത് 80+ കണ്ടൻറ്റ് ചെയ്യുന്നതാണ്. ഇവനൊക്കെ ഫാമിലി ഉള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വർക്ക് ചെയ്യുന്നവനൊക്കെ ഫാമിലി ഉള്ളവനാണ്. അവിടെ തന്നെ ഫാമിലി ഉണ്ടായിട്ട് അവരെ സ്കാം ചെയ്ത്, ഞാൻ വിളിച്ചപ്പോഴൊക്കെ ഫാമിലി അടുത്ത് നിന്ന് ഒന്ന് മാറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവനൊക്കെ.
ഇവരൊക്കെ എന്തിനാലും ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് അന്യനാട്ടിൽ പോയിട്ട് ഇമാതിരി പണിയൊക്കെ ചെയ്യുന്നത്? എന്തൊക്കെ തീട്ട ആൾക്കാരല്ലേ നമ്മുടെ ലോകത്ത്. എന്തായാലും കൈസ് എന്നെ സ്കാം ചെയ്യാനൊന്നും പറ്റില്ല. ഇത്രേ ഉള്ളൂ, ഇത്ര സംഭവമുള്ളൂ. ഞാൻ ഇത്രയും ഇങ്ങനെ ഒരു പുതിയൊരു സ്കാമിങ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം അക്കൗണ്ടുള്ള എല്ലാവരും സൂക്ഷിച്ചോണ്ട്. നമുക്കറിയില്ല കേട്ടോ, എനിക്ക് ടെലിഗ്രാം അക്കൗണ്ടൊന്നുമില്ല. പിന്നെ എന്തിനാ എനിക്കിത് വന്നറിയാം. ഞാൻ ചുമ്മാ ഇതിൻ്റെ പുറകെ വള്ളി പിടിച്ച് പോയതാണ്. എനിക്കൊരു കണ്ടൻറ് ആവുമല്ലോ ആദ്യമേ, അതിന് വേണ്ടിയിട്ടാണ്.